തരിശുനിലത്ത് പൊൻകതിർ. മാറാടിയിൽ വിളവെടുപ്പ് നടത്തി കർഷക സംഘം. കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം PM ഇസ്മയിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. തരിശുരഹിത മാറാടി എന്ന ലക്ഷ്യവുമായി കേരള കർഷക സംഘം മാറാടി വില്ലേജ് കമ്മിറ്റി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് ആവേശമായി. മാറാടി പഞ്ചായത്തിൽ 5 ഏക്കർ സ്ഥലത്താണ് കർഷക സംഘം കൃഷി തുടങ്ങിയത്. കുരുക്കുന്നപുരം പാടശേഖരത്തിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള തരിശു ഭൂമിയിലാണ് 1000 മേനി വിത്തിറക്കി കർഷകർ വിജയഗാഥ രചിച്ചത്. കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം PM ഇസ്മയിൽ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കൃഷിയാണ് നെല്ല്. പക്ഷേ ആ നെൽകൃഷിക്കാരെ സഹായിക്കാനുള്ള യാതൊരു പദ്ധതികളും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നെല്ല് ഏറ്റെടുക്കാനുള്ള പരിപാടിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് പ്രത്യേകമായി സബ്സിഡി കൊടുക്കാനുള്ള അധികാരം പോലും എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഈ കൊച്ചു കേരളത്തിൽ പാവപ്പെട്ട കൃഷിക്കാരെ സഹായിക്കാനായിട്ട് 1 കിലോ നെല്ലിന് 8 രൂപ വീതം കൂടുതൽ കൊടുക്കാനാണ് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചത്. പഞ്ചായത്തിൽ കർഷക സംഘം നടത്തുന്ന കൃഷി മറ്റുള്ളവർക്ക് ഒരു മാതൃകയാണെന്നും മാറാടിയെ തരിശുരഹിത മാറാടിയാക്കുകയാണ് ലക്ഷ്യമെന്നും കർഷക സംഘം വില്ലേജ് കമ്മിറ്റി സെക്രട്ടറി KY മനോജ് പറഞ്ഞു. കേരളത്തിലെ മുഴുവൻ വില്ലേജ് കമ്മിറ്റികളും തരിശുരഹിത പ്രദേശം എന്നുള്ളൊരു പദ്ധതി നടപ്പാക്കി വരിക. മോർച്ച ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ കാർഷിക പ്രദേശമായ മാറാടിയിലെ മുഴുവൻ തരിശ് നിലങ്ങളും കൃഷി ചെയ്യുവാനും കൃഷിയോഗ്യമാക്കാനും തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്നോണമാണ് മാറാടിയിലെ മണിയാട്ട് പാടശേഖരത്ത് കേരള കർഷക സംഘത്തിൻ്റെ മാറാടി കമ്മിറ്റി കൃഷി ആരംഭിക്കുന്നത്. കേരള കർഷക സംഘം വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് PN സോമൻ ചടങ്ങിൽ അധ്യക്ഷനായി. CPM ലോക്കൽ സെക്രട്ടറി MN മുരളി, പഞ്ചായത്ത് മെമ്പർ തേജസ് ജോൺ, ലതാ ശിവൻ, ഗണേഷ് T ശങ്കർ, ജയ് മാത്യു മണിയാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന നെല്ല് അരിയാക്കി മാറാടി റൈസ് എന്ന പേരിൽ പാക്കറ്റുകളിൽ വിൽപ്പനയ്ക്കായി പുറത്തിറക്കും. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഘട്ടം ഘട്ടമായി നെൽകൃഷി വ്യാപിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.